കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറിയിരിക്കുക. ഏത് നിമിഷവും നിലനിർത്താം, ഏത് നിമിഷവും ആ ബിൽഡിങ് താഴെ വീഴാറായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. സദാസമയവും സ്ത്രീകളുടെയും ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഒക്കെ സാന്നിധ്യമുള്ള ഇടമാണ് ആശുപത്രിയുടെ ഭാഗമായി പരാതിക്കിട വരുത്തിയിട്ടുള്ള പഴയ കെട്ടിടം. ഏതെങ്കിലും സാഹചര്യത്തിൽ കെട്ടിടഭാഗം അടർന്നു വീണാൽ പോലും അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും. നിലവിൽ കാഷ്വാലിറ്റി ബ്ലോക്ക് ഉൾപ്പെടുന്ന ബഹുനില കെട്ടിടവും ഇതിനോട് ചേർന്ന മറ്റൊരു പുതിയ ബഹുനില കെട്ടിടവും ആശുപത്രിക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട്. താൽക്കാലികമായി ഈ കെട്ടിടങ്ങളിൽ എവിടെയെങ്കിലും പ്രസവ വാർഡ് ക്രമീകരിക്കുകയും പിന്നീട് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി പ്രസവ വാർഡ് ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ആരോഗ്യമേഖലയെ മോശമായി ചിത്രീകരിക്കാൻ മനഃപൂർവ്വം ശ്രമം നടക്കുന്നുവെന്നും പ്രതിപക്ഷം അതിന് നേതൃത്വം നൽകുന്നുവെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അതായത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെയും ആരോഗ്യ സംവിധാനത്തെയും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് പ്രതിപക്ഷം അതിന് നേതൃത്വം നൽകുന്നു. അതിൽ ചില മാധ്യമങ്ങളും ഉണ്ട് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. വാസ്തവത്തിൽ വലിയ മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൊരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല. അത് ജനങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള വേദി ആണല്ലോ സമൂഹ മാധ്യമങ്ങൾ. ആ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ മുന്നിൽ വസ്തുതകളുണ്ട്. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതിലൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അതിന് തയ്യാറാകണം. കേരളം കാണട്ടെ, കേരളം കേൾക്കട്ടെ. ഇത് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് പരിശോധിക്കാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അതിന് തയ്യാറാകണം. അത് മാത്രമല്ല, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പാല് കേരളത്തിലേക്ക് വില കുറച്ച് എത്തിക്കുന്ന സാഹചര്യത്തിലും ക്ഷീരകർഷകരെ നിലനിർത്തുന്നതിന് ശക്തമായ ഇടപെടലാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വെറ്റിനറി സേവനം ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക വെറ്റിനറി ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ 1 ലിറ്റർ പാൽ